ശ്രീ അനൂപ് വിആർ. കേരളത്തിലെ ഏറ്റവും വലിയ പ്രബലമായ മുസ്ലിം സാമുദായിക സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവരുടെ മുഖപത്രമാണ് സുപ്രഭാതം. ആ സുപ്രഭാതത്തിന്റെ ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നു, കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം തുടർന്നാൽ മതന്യൂനപക്ഷങ്ങൾ വേറെ രാഷ്ട്രീയ ബദൽ തേടും. സീതാറാം യെച്ചൂരി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആർജവത്തോടുകൂടി പറഞ്ഞു, ഞാൻ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന്. ആ ആർജവവും ധൈര്യവും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെ ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടകപ്പക്ഷിയെപ്പോലെ തല പൂഴ്ത്തരുത് എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിമർശനമാണ്. CPM-നെയും സീതാറാം യെച്ചൂരിയെയും കണ്ടുപഠിക്കൂ കോൺഗ്രസ് എന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ മുസ്ലിം സംഘടന പറയുമ്പോൾ അനൂപ് വിആറിന് എന്ത് തോന്നുന്നു? അത് കേൾക്കണോ കോൺഗ്രസ്? സുപ്രഭാതത്തിനെയും കോൺഗ്രസിനെയും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ സുപ്രഭാതം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ പലപ്പോഴും ലേഖനങ്ങൾ എഴുതുന്ന ഒരാളാണ്. സുപ്രഭാതം ഏതെങ്കിലും തരത്തിലൊരു കോൺഗ്രസ് വിരുദ്ധ പത്രമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ മാസം എറണാകുളത്ത് സുപ്രഭാതത്തിൻ്റെ ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. ഉദ്ഘാടനം ചെയ്ത രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ ക്രീമായ എല്ലാ നേതാക്കന്മാരും, KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നത് CPM-ൽ നിന്ന് ആലപ്പുഴ MP ആരിഫ് മാത്രമാണ്. അപ്പോൾ പലപ്പോഴും അത് ഏതെങ്കിലും കോൺഗ്രസിനെ എതിർപക്ഷത്ത് നിർത്തുന്ന ഒരു പത്രമല്ല. പിന്നെ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സുപ്രഭാതത്തിൽ ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അത് ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ മാത്രം ആശങ്കയല്ല, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂടി ആശങ്കയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കോൺഗ്രസ് ഇക്കാര്യം ഗൗരവത്തോടു കൂടി എടുക്കേണ്ടത്. ശരിയാണ്, സുപ്രഭാതം കോൺഗ്രസ് വിരുദ്ധ പത്രമല്ല, സമസ്ത കോൺഗ്രസ് വിരുദ്ധ സംഘടനയുമല്ല. അപ്പോൾ ആ സംഘടനയും ആ പത്രവും കോൺഗ്രസിനോട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സോണിയാഗാന്ധി സീതാറാം യെച്ചൂരി കാണിച്ച സ്ഥൈര്യവും അതുപോലെ തന്നെ ആർജവവും കാണിക്കണമെന്ന് പറയുമ്പോൾ അത് നിശ്ചയമായും കോൺഗ്രസ് കേൾക്കണ്ടേ? അല്ല, കോൺഗ്രസ് സുപ്രഭാതം ഉൾപ്പെടെ ഇത്തരത്തിൽ ഉയരുന്ന ആശങ്കകളെ കേൾക്കുമെന്ന് തന്നെയാണ്. ഇപ്പോഴും കോൺഗ്രസ് അതിനകത്ത് കൃത്യമായൊരു പൊസിഷൻ എടുത്തിട്ടില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, കോൺഗ്രസ് നെഹ്റുവിൻ്റെ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. നെഹ്റു ഇക്കാര്യത്തിൽ വളരെ തുടക്കം മുതൽ എടുത്തൊരു നിലപാടുണ്ടല്ലോ. ആ രാമവിഗ്രഹം ആദ്യമായി അവിടേക്ക് കടത്തപ്പെടുമ്പോൾ നെഹ്റു പറഞ്ഞത് സരയൂ നദിയിലേക്ക് എറിഞ്ഞ് കളയണമെന്ന് പറഞ്ഞൊരു നെഹ്റു ഉണ്ട്. അദ്ദേഹം അതിലെടുത്ത വളരെ ഒരു നൈരന്തര്യമുണ്ട്, അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അദ്ദേഹം പലപ്പോഴും UP മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിന് എഴുതിയ കത്തുകൾ പലതും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അതിനകത്ത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, 35 വർഷം ഞാൻ പ്രവർത്തിച്ച UP ഇന്ന് ഉത്തർപ്രദേശ്, അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എനിക്ക് ഇന്ന് അപരിചിതമായി തോന്നുകയാണ് എന്ന് പറയുന്ന തരത്തിൽ നെഹ്റു പലപ്പോഴും പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നെഹ്റു വളരെ കൃത്യമായ നിലപാടാണ്, കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാട് അതാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആർക്കും സംശയമില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം പറഞ്ഞു. പിന്നെ ദിഗ്വിജയ് സിംഗിനെ പോലെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞ അഭിപ്രായത്തെ ആകമാനമുള്ള കോൺഗ്രസിന്റെ ഔദ്യോഗിക അഭിപ്രായമായി കണക്കാക്കേണ്ടതില്ല. കോൺഗ്രസ് ഇതിൽ കൃത്യമായി എല്ലാ ആശങ്കയും പരിഗണിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്ന ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് ഒരു കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ള നിലയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീമതി